അങ്ങനെ ഇന്നത്തെ രണ്ടാമത്തെ റിലീസ് പൈങ്കിളിയും തിയേറ്ററിൽ ഇപ്പോൾ കയറി കണ്ടുവന്നു. സെക്കൻഡ് ഷോ ആണ് കണ്ടത്. നമ്മൾ രാവിലെ ദാവീദ് കണ്ടു, അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ പൈങ്കിളിക്കാണ് കയറുന്നത്. ഇനി ബ്രോമൻസ് നമ്മൾ നാളെയാണ് കാണാൻ വെച്ചേക്കണത്. ഓക്കെ, അപ്പോൾ പൈങ്കിളി കണ്ടുവന്നു. ശ്രീജിത്ത് ബാബു ആണ് സംവിധാനം, ജിത്തു മാധവൻ റൈറ്റർ, പുള്ളി പ്രൊഡ്യൂസർ കൂടിയാണ്. മെയിൻ പ്രൊഡ്യൂസർ നമ്മുടെ ഫഹദ് ഫാസിലാണ്. അപ്പോൾ രാവിലെ ഈ സിനിമയ്ക്ക് കുറച്ച് നെഗറ്റീവ് റിവ്യൂസും കുറച്ച് ആവറേജ് റിവ്യൂസും അങ്ങനെ ഒരു മിക്സഡ് ടൈപ്പ് റിവ്യൂകളായിരുന്നു ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു ഈ സിനിമയ്ക്ക്. അപ്പോൾ നമ്മുടെ ഒരു മൈൻഡോട് കൂടി നമ്മൾ സിനിമ കാണാൻ കയറി. അപ്പോൾ എനിക്ക് ഈ സിനിമ കണ്ടപ്പോൾ ഇതിൻ്റെ കഥയെ പറ്റി പറയുകയാണെങ്കിൽ കഥയിലൊന്നും ഒരു ലോജിക്കുമില്ല. കഥയൊക്കെ വെറും അപരാധം, ഒരു അപരാധിച്ച കഥയാണ്. ലോജിക്ക് എന്ന് പറഞ്ഞ സാധനം നിങ്ങൾ ഈ സിനിമയുടെ കഥയിൽ നോക്കേ വേണ്ട. പക്ഷെ ലോജിക്ക് നോക്കാതെ കോമഡി മാത്രം ഫോക്കസ് ചെയ്ത് അല്ലെങ്കിൽ കോമഡികൾ മാത്രം എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നമുക്ക് ഈ സിനിമ ഒരു തവണ കണ്ട് ആസ്വദിക്കാം. ഒരു തവണ നമുക്ക് കണ്ട് ആസ്വദിക്കാം, അത്ര. അല്ലാതെ അതിനപ്പുറത്തോട്ട് ഈ സിനിമയിലൊന്നും ഇല്ല എന്നാണ് എനിക്ക് പേഴ്സണലി തോന്നിയത്. ഇതിലെ ക്യാരക്ടേഴ്സ് എല്ലാവരും ഭയങ്കര ഓവറാണ്. അതിൽ വേറെ കാരണമുണ്ട്. കാരണം ഈ സിനിമയിലെ ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത് അത് അവർ മനഃപൂർവ്വം ഓവറാവണതല്ല. ഓരോ ക്യാരക്ടേഴ്സിനും ഈ സിനിമ അങ്ങനെ ആക്കിയെടുത്തേക്കുന്നതാണ്. കാരണം ഈ സിനിമയുടെ ഒരു ഇതങ്ങനെയാണ്, സ്ക്രിപ്റ്റ് അങ്ങനെയാണ്. എല്ലാ ക്യാരക്ടേഴ്സും കുറച്ച് ഓവറാവണം. പതിവിലും കുറച്ച് നമ്മുടെ കൃത്യമായിട്ട് പറയണമെങ്കിലോ നമ്മുടെ സിയാടി മൂസൽ ദിലീപേട്ടൻ പറയില്ലേ, കുറച്ച് ഓവറായാലേ എല്ലാവരും ശ്രദ്ധിക്കും എന്ന് പറയില്ലേ, ആ ഒരു സാധനമാണ് ഈ സിനിമ ഫോളോ ചെയ്തിരിക്കുന്നത്. അത് കുറച്ചൊക്കെ അവർ വിജയിച്ചിട്ടുണ്ട്. എന്നാൽ ഇടയ്ക്കുന്ന് കുറെ വെറുപ്പിക്കലായിട്ടുള്ള ക്യാരക്ടേഴ്സും കയറി വന്ന് അത് ഇവർക്കൊരു അടിയും കിട്ടിയിട്ടുണ്ട്. ഇതിൽ ലിജോ ജോസ് വല്ലിശ്ശേരി ഒരു സീനിൽ അഭിനയിച്ചിട്ടുണ്ട്. മോശം പറയരുതല്ലോ, നല്ല വെറുപ്പിക്കലായിരുന്നു ലിജോൻ്റെ ആ റോള്. പുള്ളി എന്തിനാണോ ആ റോള് വന്ന് ചെയ്തത്, പുള്ളിനെ കൊണ്ട് പറ്റുന്നില്ല ആ സാധനം. അത് ഭയങ്കര ഓവറായി പോയി. പക്ഷേ ഇതിൽ നമ്മുടെ സജിൻ ഗോപു അംബാനും അനശ്വരൊക്കെ ഓവറാണെങ്കിൽ പോലും നമ്മളതിങ്ങനെ കണ്ടിരിക്കും. ഇവരെന്തീ കാണിക്കണേ എന്ന് ഓർത്തിട്ട് നമ്മൾ ആ ഒരു രീതിയിൽ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ കണ്ടിരിക്കും. അങ്ങനെ എല്ലാ നമ്മളെ സലിംകുമാറിൻ്റെ മോൻ ചന്തു, പിന്നെ നമ്മുടെ ആവേശത്തിലെ ആ 3 പിള്ളേരിൽ ഒരാളില്ലേ, ഇച്ചിരി തടിച്ചിട്ടിലേക്ക്, അവൻ്റെ പേരറിയില്ല. പുള്ളി അടിപൊളിയായിരുന്നു ഈ പടത്തിൽ. പുള്ളിയുടെ കോമഡി ടൈമൊക്കെ അടിപൊളിയായിരുന്ന ആളും നമ്മുടെ സജിൻ ഗോപു അംബാനും അവനായിട്ടുള്ള ചക്കനായിട്ടുള്ള കോംബോ ഒക്കെ അടിപൊളിയായിരുന്നു. പിന്നെ നമ്മുടെ വെബ് സീരീസൊക്കെ ചെയ്യുന്ന ഒരു ടീമല്ലേ, ജിസ്മിയ പേര് കൃത്യമായിട്ട് പറഞ്ഞു. ആ ചേച്ചി അടിപൊളിയായിട്ടുണ്ട്, നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്, നല്ല റോളാണ് കിട്ടിയിരിക്കുന്നത്. അങ്ങനെ കഥ നോക്കുകയാണെങ്കിൽ ഈ സിനിമയ്ക്കകത്ത് യാതൊരു വക ലോജിക്കില്ല. കഥ നോക്കിയിട്ടാണ് നിങ്ങൾ സിനിമ കാണുന്നുണ്ടെങ്കിൽ ഞാൻ പറയാം, നിങ്ങൾ ഈ പടം കളിക്കുന്ന തിയേറ്ററിൻ്റെ പരിസരത്തേക്ക് നിങ്ങൾ പോകണ്ട. ആ ഒരു രീതിയിൽ ആസ്വദിക്കാൻ പറ്റുന്നവർക്ക് ഒരു തവണ കണ്ട് മടങ്ങാം, അത്ര തന്നെ ഉള്ളൂ. അല്ലാണ്ട് അതിൻ്റെ അപ്പുറത്തോട്ട് ഒരു സംഭവത്തിനകത്തില്ല. എങ്ങനെയും നിരാശന എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ഭ്രാന്ത് പിടിപ്പിക്കുക, അയ്യോ തെറ്റിത് എന്ന് അങ്ങനെ എനിക്ക് പേഴ്സണലി തോന്നിയില്ല കേട്ടാ. ഉറപ്പായിട്ട് ഞാൻ പറയാം, എനിക്ക് അങ്ങനെ പേഴ്സണലി എനിക്ക് ഭ്രാന്ത് വരിക അല്ലെങ്കിൽ ബോറടി അങ്ങനെ തോന്നിയില്ല. ജസ്റ്റ് ഇങ്ങനെ കണ്ടിരുന്നു ആ സിനിമ. അങ്ങനെ കഥാപരമായിട്ട് യാതൊരു ഒക്കെ പരിപാടിയില്ല. പക്ഷെ നമുക്ക് അവിടെ ഇവിടേക്ക് ചിരിക്കാനുള്ള ചില സംഭവങ്ങൾ, ഏറെക്കുറെ കോമഡികളൊക്കെ അത്യാവശ്യം വർക്കാവുന്ന രീതിയിലാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത്. എന്തായാലും കാണാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് കണ്ടു നോക്കിക്കോ. നിങ്ങളുടെ ഇഷ്ടമാണ്, നിങ്ങൾ കഥയും തേങ്ങയും നോക്കിയിട്ട് സിനിമ കാണരുത്. ഞാനിപ്പോൾ തന്നെ പറയാണ്, കോമഡി മാത്രം ഫോക്കസ് ചെയ്ത് ചിരി മാത്രം ലക്ഷ്യം വെച്ചൊന്ന് കയറിയാൽ നമുക്ക് ജസ്റ്റ് ഒന്ന് ചിരിച്ച് കണ്ട് വലിയ തരക്കേടില്ലാത്ത രീതിയിൽ നിരാശനാവാതെ ഇറങ്ങി വരാം. എന്തായാലും കാണാൻ താല്പര്യമുള്ളവർ കണ്ടു നോക്ക്.